തളിപ്പറമ്പ് തമ്പുരാന് കുടിക്കാൻ തുമ്പോലോർച്ച ഉണ്ടാക്കിയ കാപ്പിയല്ലേ, നല്ല സ്വാദായിരിക്കും. എടീ, നീ ഇവിടെ നിന്ന് മൂത്ത് നരയ്ക്കും. ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തന് കൊടുക്കില്ല ഞാൻ. നീ നോക്കിക്കോ. കണ്ണടച്ച് പാല് കുടിച്ച ആരും കാണില്ലെന്നാ ആർച്ചയുടെ വിചാരം. ഈശ്വരാ, ഞാൻ കരുതി എന്നെ. അതെ, ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ കിടന്നോടാൻ. തളർന്നു. ശരിയാ, ഓടിയൊരു ഓടിച്ചൊരു ഒരുപോലെ തളർന്നു. ആ, ഇവിടെ കയറി കൂടാൻ തക്കം പാർത്തിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് ഞാനാന്നേ. അതും ശരിയാ. ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപകാരം ചെയ്യാനുള്ള സമയമായി. ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം. ചേച്ചി പറഞ്ഞാൽ മന്നാടിയാർ കേൾക്കും. അതിന് നീ എന്തിനാ ഛർദിക്കുന്നേ? ഛർദിച്ചെന്നു? ആര് ഛർദിച്ചു? തിലോത്തമേ, എന്നാലും എന്റെ നരേന്ദ്ര, ഒരു നാത്തം പഴച്ചേ. അല്ല, എന്റെ കാര്യം. ആദ്യം ഗർഭം, പിന്നെ കല്യാണം. ഓ എവിടെയല്ലേ. അല്ല, എന്റെ കാര്യം. അയ്യേ, കുളി തെറ്റിച്ചു. ആർച്ചേ, എന്താ കുളി തെറ്റിച്ചു? ആര്? തിലോത്തമ കുളി തെറ്റിച്ചെന്ന്. നിന്റെ അടുത്ത തോൽവി സമയമായി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു. പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റൂ. അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാന്മാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടും. നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി. പെങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും. അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി. നീ നോയിക്കോ. പോയോ? നേരം പോയി. നീ ഇന്നെന്റെ കുളി തെറ്റിക്കും. കുളിച്ചിട്ട് നന്നാവണമെങ്കിൽ കുളത്തിലെ തവളക്ക് എന്നെ നന്നാവുമായിരുന്നു. ഈ തിലോത്തമ അവിടെ ഛർദ്ദിക്കുന്നു. അത് വേരയുടെ കുത്തലായിരിക്കും. വേരെയും കുറെ ഒന്നുമല്ല, അവക്ക് കെറുപ്പാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് അവൾ അടിച്ചുല്ലേ, നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാ മതി. ആ, നീ ആഭരണ പെട്ടിയൊക്കെ എടുത്ത് അവൾക്ക് കൊണ്ട് കൊടുക്കാനോ? അയ്യേ, അവൾക്ക് കൊടുക്കാനോ? ഇതെന്റെ പെങ്ങൾക്ക് കൊടുക്കാനാ. ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം. പെങ്ങൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ആങ്ങളമാര് ഇനി കഷ്ടപ്പെടുകയും വേണ്ട. വേണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആർച്ചയ്ക്ക് ചേരുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയുമെന്നാ എന്റെ പേടി. പേടിക്കണ്ട. നല്ല പഠിപ്പ്, ഉദ്യോഗം, സൗന്ദര്യം. ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവനായാക്ക്. പറഞ്ഞാലറിയും ആള്. എന്റെ അനിയൻ ആരോമൽ. ചേച്ചി, ഈ പന്തലി വേണ്ട മോനെ നിന്റെ താലികെട്ട്. അങ്ങനെ ഇപ്പൊ കണ്ടവന്മാർ കേട്ടുണ്ടായി വീടും പറമ്പും. പുഷ്പലി ചേച്ചി, ഒരു നിമിഷം മുമ്പെങ്കിലും അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് വേണോ? ആ വായി നോക്കി വക്കീല ഉണപ്പിച്ച് നടക്കുന്നു. പശുവും ചത്ത് മോരിലെ പുള്ളിയും പോയി. വിരുന്ന് വന്നവർക്കൊക്കെ പടി ഇറങ്ങാറായില്ലേ? പോടച്ചേട്ടാ അവിടുന്ന് കെട്ടാൻ നടക്കുന്നു. ചേച്ചി, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല, നോക്കണ്ട. പോയി നോക്കിക്കൊണ്ട് നിൽക്കാനില്ല. താൻ ഇത്രക്ക് തരം താഴ്ന്നു പോയല്ലോടോ. സ്വന്തം പെങ്ങടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു വൃത്തികെട്ടവനെ. ഇവന്റെ മർമ്മടിച്ച് മൂളിക്കട്ട വക്കില്ലേ? ഒന്നും കളയും പന്നികളെ. ഇവിടെ മനുഷ്യൻ മർമ്മം പോഞ്ഞ് നിൽക്കുമ്പോഴാണ് അവന്റെ സദാചാരം പ്രസംഗിച്ച്. കൊലച്ചടാ. കൊലച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവരനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ, പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ലേ ഇളകിയപ്പോ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. നീ കണ്ടോ? മോളെ ഒന്ന് നിന്നെ. ഈ നാത്തും മോക്കര ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് 10 മാറ്റാ പൊന്നു മോളെ അവന്റെ മനസ്സ്. ശരീരോ 11 മാറ്റും. ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ. നിക്കൂ, ആരാൻ ചോദിക്കൂ. ആരാ? എന്റെ പൊന്നാങ്ങള ആരോമൽ. കണ്ണാ ആരോമലേ. എന്തോ
ആർച്ചേ, ഇതാ നിനക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊലപ്പഴം. ഇതല്ലട കഴുതേ. അതല്ലേ അവള് പോയടാ കുരങ്ങ. പോയോ? ആർച്ചേ, അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ചക്കുട്ടിയാ. ശിവ ശിവ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ, കോമലിന്. കോമളാ, എത്തിപ്പോയി. ആർച്ചേ, my dear. വാടാ, നിൽക്കുന്നു നിന്റെ ആർച്ചക്കുട്ടി. ആർച്ചേ, നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്നറിയാമോ? ഐ ലവ് യു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മൂന്ന്. ഇതെന്താ ഇങ്ങനെ? നിക്ക്, ഞാൻ ശരിയാക്കാം. ആർച്ചക്കുട്ടി, ആർച്ചേ, നിൽക്കൊണ്ട് ഞാൻ ഏട്ടത്തി അനിയത്തി കൂടി തല്ലുകൂടണ്ട. ചേരേണ്ടത് ചേരുമ്പടി ചേരണം. ആർച്ചയ്ക്ക് ചേർന്നതേ എന്റെ അനിയനാ, നടേശ. ആർച്ച, എന്റെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. സുന്ദര എനിക്ക് അനിയനില്ല, ഉള്ളത് ചേട്ടനാ. പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജിൽ നടന്ന സമൂഹ വിവാഹം മറക്കണ്ട. കല്യാണം കഴിക്കാൻ വന്ന മരപ്പട്ടികളെ കണ്ടോ? സ്ഥിരമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ അതോ പാഞ്ചാലിയിലാവോ താല്പര്യം? കെട്ടിപ്പോ നടക്കുവോ? എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ വക്കീലെ. എനിക്ക് മുട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്റെ മുട്ടി കിടക്കുവാണോ? താൻ പുറകെ വരുന്ന വീരേന്ദ്ര കുണ്ടിനോട് ചോദിക്കും. പന്തല് അതെ, ഒന്നുകിൽ പെങ്ങള് കെട്ട്, അല്ലെ പെങ്ങളെ കെട്ടിക്ക്. എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. നിന്റെ മുളപ്പന്തലിന് വേണ്ടി കണ്ട മരംകൂടം മരക്കൊണ്ട് എന്റെ പെങ്ങളെ കെട്ടിക്കണോ? അയ്യടാ, പന്തല് പൊളിഞ്ഞില്ല, എന്താ മോന്ത പൊളിഞ്ഞു കിട്ടിയില്ലേ? അതെ, ആ മുല്ലപ്പന്തൽ അഴിച്ചു മാറ്റിയിട്ട് മരണപ്പന്തലിട്. അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട അവള് തൂങ്ങി ചാവും. എന്റെ നടേശ, 1-2 പവനല്ല ചേട്ടന്മാരാ രമ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1001 പവനാ. പിന്നെ 100 ഏക്കർ പുരയിടം, 200 ഏക്കർ പാടം, ഇതൊക്കെ അവൾക്കുള്ളതാ. താലി കെട്ടിക്കഴിഞ്ഞാ അത് മുഴുവൻ നിന്റേതായി. എന്റേതായി എന്ന് പറയാതെ എന്റെ ആക്ക്. ഈ നാറിയ വായ വെച്ച അവളെ മയക്കാൻ ചെന്നാലേ മയങ്ങത്തില്ല, അവള് ചത്തുപോകും. നീ ചെന്ന് അവളിന്ന് മയക്കെടുക്കണം. മയക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണോ? അതേടാ, പാട്ട് പാടണമെന്ന് പാട്ട് പാടണം. തട്ടിക്കൊണ്ടുപോയി അവളെ കഴുത്തിൽ ബലമായി താലി കെട്ട. പിന്നെ അവൾ എന്റെ ഭാര്യ. അത് കൊള്ളാം, പക്ഷെ എങ്ങനെ തട്ടിയെടുക്കും? അതിന് വഴിയുണ്ട്. നാളെ അവള് കുളത്തിൽ കുളിക്കാൻ വരുമ്പോ വേറെ ആരും ഇങ്ങോട്ട് വരാതെ എടുത്തി നോക്കിയാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് ശരിയാ. ഈശ്വരാ, എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ. ചമ്പേ ചമ്പേ, ഒന്നിങ്ങ് വന്നേ. എന്താ? ഒന്നിങ്ങ് വന്നേ. കുഞ്ഞങ്ങോട്ട് പോയിരിക്കുന്നേ. എന്ത്? നിന്റെ പെണ്ണോ? എടാ, നീ എന്ത് വിചാരിച്ചു? പോകെ പോകെ അവൾക്ക് നിന്നെ ഇഷ്ടായെന്നോ? എന്നാ കേട്ടോ, അവൾക്ക് നിന്നോട് വെറുപ്പാ. ഈ ലോകത്ത് ഏത് കുഷ്ഠരോഗിയെ കെട്ടിയാലും അവൾ നിന്നെ കെട്ടില്ല. പെണ്ണൊരുത്തനെ വെറുത്തതാടാ. ആ വെറുപ്പ് മാറണമെങ്കിലേ അവള് മരിച്ച് വേറെ ജനിക്കണം. നിന്നെ മതി നാർച്ച പറഞ്ഞാൽ അന്ന് ഞാൻ തല മൊട്ടയടിച്ച് വന്ന് നിൽക്കാൻ നിന്റെ മുൻപിൽ. വാടാ. അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, പെണ്ണൊരുത്തനെ വെറുത്താൽ വെറുത്തതാണ്. ആ വെറുപ്പ് ഇഷ്ടമാണെങ്കിൽ ഇനി അവൾ മരിച്ച് വേറെ ജനിക്കണം. ലീലാമണി ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷേ കണ്ണിൽ നിന്ന് അകറ്റിയാലും എനിക്ക് അവളെ കരളിൽ നിന്ന് അകറ്റാൻ കഴിയുന്നില്ലടാ. അകറ്റണ്ട, നീ അവളെ കരളിൽ നിന്ന് അയറ്റില്ലെങ്കിൽ അവന്മാരെല്ലാരും കൂടി നമ്മുടെ കരളിൽ കലക്കും. കരളിൽ ഉറപ്പുള്ളവന്മാര് മാത്രം സേതുവിനോടൊപ്പം നിന്നാ മതി. താനോ? അതെ, ഞാൻ തന്നെ, ഈശ്വരൻ. ഇത്രയും കാലം അഷ്ടിക്ക് വേണ്ടി ആ മന്നാടിയാന്മാരുടെ പുറകെ കാട്ടി നടന്ന പീറ വക്കീൽ. ഇനിയെങ്കിലും ഒരിക്കൽ ആണായിട്ട് ജീവിക്കണം. ഞാനുണ്ടോ തന്റെ കൂടെ? താൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇന്നെനിക്ക് ആർച്ചയെ രക്ഷിക്കാൻ കഴിയും. ഇനി നിനക്ക് മാത്രമേ അവളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ.
ആളെ മന്നാടിയന്മാരുടെ 3 അളിയന്മാരും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണ്. അത് നീ അറിഞ്ഞോ? ഒത്തിരി ആനയും അമ്പാരിയും കൊട്ടും കൊരവയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു എന്റെ മനസ്സിൽ. ഈ കല്യാണം പൊളിച്ചെടുക്കാതിരിക്കാൻ വഴിപാടത്രേ നേർന്നിരിക്കണേന്ന് അറിയോ? ആ പുഷ്പവല്ലിയോ ലീലാമണിയോ വല്ല അറിഞ്ഞാ തീർന്നു. എന്റെ മന്നാടി ഭഗവതി കാത്തുരക്ഷിക്കണേ. ഭഗവതി കാത്തുരക്ഷിക്കണേ. നീ ആദ്യം പോയി ആർച്ചക്കാക്ക്. ചേട്ടന്മാരുടെ മനസ്സിലെങ്ങാണോ ഈ കല്യാണ ബുദ്ധി വരുന്നതിന് മുമ്പ് എങ്ങനെ ഇതൊന്നും നടന്നു കിട്ടണം? എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണേ? ഒന്നുമില്ല വല്യേട്ടാ. എന്നാ എഴുന്നേൽക്ക്. എന്തിനാ? ഇവൻ നിനക്ക് പുടവ തരാൻ പോവാ. അതിന് എനിക്കിവിടെ ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ന് നിന്റെ കഴുത്തിൽ ഒരു പൂത്താലി വീഴ്ത്തും ഞങ്ങൾ. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഞാൻ ആരും കെട്ടില്ല. നീ കെട്ടണ്ടടി. എന്റെ ആങ്ങളെ ആരോമല കെട്ടിക്കോളും. വാ ഇവിടെ. നിൽക്ക്. നിന്റെ ആരോമിൽ താലി കെട്ടിക്കോട്ടെ, പക്ഷെ എന്റെ മക്കളെ കഴുത്തിൽ വേണ്ട. മനസ്സിലായോ? ഗജേന്ദ്ര, ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ ഇറക്കിക്കൊണ്ട് പോണ എന്റെ മക്കളെ. ചേട്ടനൊക്കെ പണ്ട് നടേശ കെട്ടണ താലി. നീ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി കെട്ടുവല്ലടാ. നിന്റെ അമ്മായ നിർത്ത്. ആർച്ച നിങ്ങളെ മാത്രം പെങ്ങളല്ല, എന്റെ പെങ്ങളാ. ചാടി കെട്ടി ചവിട്ടി കൊട്ടി ചവിട്ടി എടുത്ത് തിരിഞ്ഞിട്ടാൽ